because they got time to think themselves. Now ChatGPT thinks for you. എന്തിനും സിനിമയിലൊക്കെ കണ്ടതുപോലെ കുറച്ച് കഴിഞ്ഞാൽ റോബോട്ടുകൾ AI മോഡലുകൾ നമുക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു കാലം വരില്ല എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ബിക്കമിങ് ഡം ഡേ ബൈ ഡേ. ഹേ ഗൈസ്, ഒരു സ്പെസിഫിക് വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ യൂട്യൂബ് തുറക്കുന്നു. അപ്പോഴാണ് സ്ക്രീനിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള മറ്റൊരു വീഡിയോ കാണുന്നത്. ഒബ്വിയസ്ലി നിങ്ങളത് കാണാൻ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങൾ അടുത്തൊരു വീഡിയോയിലേക്ക് എത്തുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് എന്തിനാണ് യൂട്യൂബ് തുറന്നത് എന്ന് പോലും ഓർമ്മയില്ലാണ്ടാവുന്നു. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ദിസ്? അങ്ങനെയാണെങ്കിൽ യു ഗോട്ട് ദ മോസ്റ്റ് സീരിയസ് സൈഡ് എഫക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ, ആൻഡ് ദാറ്റ് ഈസ് ബ്രെയിൻ റോട്ട്. ഇതിനെ തിരിച്ചറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ യു ആർ ഗോയിങ് ടു ലോസ് യുവർ ഫോക്കസ്, അറ്റൻഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് എവ്രിതിങ്. യെസ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. മൈസെൽഫ് ഡോക്ടർ ബിലാൽ, വെൽക്കം ടു വോയിസ് ഓഫ് ബിലാൽ. സോ എന്താണ് ബ്രെയിൻ റോട്ട്? സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കാരണം നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന നെഗറ്റീവ് മാറ്റങ്ങളെ ഒന്നടങ്കം സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ടേമാണ് ബ്രെയിൻ റോട്ട്. 2024 ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്ത വാക്കും ഇതായിരുന്നു. എനിവേ, എന്തൊക്കെയാണ് ഈ ബ്രെയിൻ റോട്ട് കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആൻഡ് ഹൗ ടു പ്രിവെൻറ്റ് ഇറ്റ്, അല്ലേ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ഗൈസ്, നോക്കൂ, നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഇൻ എനി മാറ്റർ നമുക്കുണ്ടാവേണ്ട കാര്യം എന്താണ്? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ബ്രെയിൻ റോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യു ലോസ് ദിസ് കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഫോക്കസ്. നിങ്ങൾക്ക് ഈ ഒരു ഫോക്കസ് ഒന്നിലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളുടെ ബ്രെയിന് മാറുന്നുള്ളതാണ്. ലുക്ക്, നമ്മുടെ ബ്രെയിന് ഭയങ്കര പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു പരിധി വരെ നമ്മുടെ ബ്രെയിന് പ്ലാസ്റ്റിക് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഡു യു നോ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ദിസ് യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റഗ്രാം റീൽസ്, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നറിയോ? ലുക്ക്, നിങ്ങളുടെ ബ്രെയിന് നിരന്തരമായിട്ട് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ് ഓവർ സ്റ്റിമുലേഷൻ? ലുക്ക്, നിങ്ങളൊരു വീഡിയോ കാണുന്നു, ഒരു റീൽ കാണുന്നു. യു ഫെൽറ്റ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ഓക്കെ, ദെൻ യു വാച്ച് ഇറ്റ്. ദെൻ നിങ്ങൾ നേരെ സ്ക്രോൾ ചെയ്യുന്നു, യു സീ നെക്സ്റ്റ് റീൽ, അത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, അത് ഇൻട്രസ്റ്റിംഗ് എല്ലാം തോന്നിയാൽ ഒഴിവാക്കുന്നു, യു ഗോ ടു നെക്സ്റ്റ്. ദാറ്റ് ഈസ് എവറി ടൈം നമ്മുടെ തലച്ചോറിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് പോസിറ്റീവ് സ്റ്റിമുലേഷൻ. എന്തിനാണ് നമ്മൾ റീൽസ് കാണുന്നത്, എന്തിനാണ് നമ്മൾ ഷോർട്സ് കാണുന്നത്? ടു ഗെറ്റ് ഹൈ, അല്ലേ? ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടി, ഒരു രസം കിട്ടാൻ വേണ്ടി. യെസ്, ദിസ് രസം ഈസ് ഡേഞ്ചറസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, നമുക്ക് രസം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആവുകയാണ്. ആൻഡ് ദിസ് ഡോപ്പമിൻ നിങ്ങളുടെ ബ്രെയിനിൽ ഓവറായിട്ട് വരുമ്പോൾ ഇറ്റ് ആക്ട് ഓൺ യുവർ ബ്രെയിൻ പാർട്സ്. ആ ഒരു എഫക്റ്റാണ് നിങ്ങൾക്കൊരു രസമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഡു യു നോ എന്തിനാണ് ആളുകൾ ഡ്രഗ് യൂസ് ചെയ്യുന്നത്? കൊക്കൈൻ പോലെയൊക്കെയുള്ള ഡ്രഗ്സ്, സ്റ്റിമുലൻ്റ് ഡ്രഗുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ ഡ്രഗുകളും നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്നത് ഇതേ എഫക്റ്റാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസ് ഡോപ്പമിൻ ലെവൽ. ആൻഡ് ഈ ഡോപ്പമിന് കൂടുമ്പോൾ ഒരു രസം കിട്ടുന്നു. പക്ഷേ ഈ രസത്തിനൊരു പ്രശ്നമുണ്ട്. ഇത് താൽക്കാലികം മാത്രമായിട്ടുള്ള രസമാണ്. ഇറ്റ് വോണ്ട് ലാസ്റ്റ് ലോങ്. നമ്മുടെ ലൈഫിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രസങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു വർക്ക് ഹാർഡ്, വി ഹാവ് ടു ഗീവ് കോൺസെൻട്രേഷൻ, വി ഹാവ് ടു ഗീവ് ഫോക്കസ് ഓൺ തിങ്സ്, റൈറ്റ്? പക്ഷേ ഡോപ്പമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുറച്ച് സമയത്തെ രസം മാത്രമാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ബ്രെയിനിനെ ഒരേ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ദർ ഈസ് സംതിങ് കോൾഡ് ഡോപ്പമിൻ റിവാർഡ് പാത്വേ. ഇത് ആക്ടിവേറ്റഡ് ആവും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈ ഒരു ഡോപ്പമിൻ കിട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റഡ് ആയുള്ള വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് ദെൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റാതാവുമ്പോൾ വി ലോസ് എവറിത്തിങ്. ഓക്കെ, നൗ യു ലോസ് ദ ഫോക്കസ്. ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ദാറ്റ് ഈസ് അഡിക്ഷൻ. ഹാവ് യു സീൻ പീപ്പിൾ മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റാത്ത ആളുകളെ കണ്ടിട്ടില്ലേ? എവറി ടൈം വെറുതെ ഇരിക്കാൻ, ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്ത, എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈവൻ വാഷ്റൂമിലോ അതും കഴിഞ്ഞ് കുളിക്കുമ്പോൾ പോലും മൊബൈൽ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ. വാട്ട്സ് ബിഹൈൻഡ് ദിസ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എക്സാക്ട്ലി ലഹരി ഉപയോഗത്തിൽ എങ്ങനെയാണോ നമ്മൾ അഡിക്റ്റഡ് ആവുന്നത്, ആ സെയിം ബ്രെയിൻ പാത്വേ ആണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. യുവർ ബ്രെയിൻ ഓൾവേസ് നീഡ് ദിസ് ഡോപ്പമിൻ. ഈ ഒരു ഡോപ്പമിൻ നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന, ഈ ഒരു ഹൈ ആയിട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന യുവർ ബ്രെയിൻ ഓൾവേസ് നീഡ് ഇറ്റ്. അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഡോപ്പമിൻ ഇങ്ങനെ കൂട്ടി നിർത്തുക. അത് ലോങ് ടേമിൽ നിങ്ങൾക്ക് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ദ കൺസേൺ ഓഫ് യുവർ പുവർ ബ്രെയിൻ. സോ നിങ്ങൾ പോലും അറിയാതെ
എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ ഈ ഒരു വേൾഡിലേക്ക്, അതായത് നിങ്ങളെ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറും. ആൻഡ് ദാറ്റ്സ് എ റിയൽ പ്രോബ്ലം. ഇനി അടുത്തൊരു കാര്യം നോക്കൂ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, വി ഗെറ്റ് എവറിത്തിങ് ഫ്രം മൊബൈൽ ഫോൺ, എവറിത്തിങ് ഫ്രം ഇൻ്റർനെറ്റ്. ഒരു ലോജിക്കലായുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, എവറിത്തിങ് നമ്മൾ ഒരു നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെയിന് വിചാരിക്കുന്നത്, ഓക്കെ, ഐ ഡോണ്ട് നീഡ് ടു സ്റ്റോർ ഓൾ ദീസ്. നമ്മൾ പോലും ഒരു ഇൻഫർമേഷനെ ഒരു പരിധിക്കപ്പുറം നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കൂല. കാരണം എന്താ? വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ഇൻ്റർനെറ്റ്. പക്ഷേ നമ്മുടെ ബ്രെയിന് ഒന്നും ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യാത്ത രീതിയിൽ നിരന്തരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിന് ആ ഒരു രീതിയിൽ അഡാപ്റ്റഡ് ആകും. അങ്ങനെ അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്ത, പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ലാത്ത, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മാത്തമാറ്റിക്സ്, ഇൻ എവറി ആസ്പെക്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ലാത്ത ആളുകളായിട്ട് നമ്മൾ മാറും. നമ്മുടെ ബ്രെയിനൊന്നും കോംപ്രിഹെൻഷൻ നമ്മുടെ ബ്രെയിൻ ഉണ്ടാവില്ല. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും അപഗ്രഥിച്ചുകൊണ്ട് നമുക്കൊരു നിലപാട്, ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നതാണ്. സോ ഓൾ ദീസ് തിങ്സ്, ഈവൻ ദർ ആർ സ്റ്റഡീസ് ആഫ്റ്റർ ദിസ് കോവിഡ് തുടങ്ങിയതിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങളിൽ IQ ലെവൽ കുറവാണെന്നുള്ള പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെയും മൊബൈൽ ഫോണിൻ്റെയും ഐപാഡിൻ്റെയും ഒക്കെ ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദ സെയിം തിങ് ഹാപ്പൻസ് വിത്ത് അസ്. സോ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഇൻ്റലിജൻസിനെ, നിങ്ങളുടെ ക്യാപ്പബിലിറ്റീസ് നഷ്ടപ്പെടാതെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ദർ ഈസ് എ പ്രോബ്ലം. ഇതൊരു പ്രശ്നമാണ്, നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് വി ഹാവ് ടു കറക്റ്റ് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബ്രെയിനിന് ദർ ഈസ് സംതിങ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഹൗ? നമ്മുടെ ബ്രെയിനിനെ നമുക്ക് മറ്റൊരു രീതിയിൽ യൂസ്ഫുള്ളായുള്ള പ്രൊഡക്റ്റീവായുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റണം. നമ്മൾ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഇതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു മെത്തേഡ്. ബിക്കോസ് ഓൾ ദീസ് പ്ലാറ്റ്ഫോം ഹാവ് ദെയർ ഓൺ പോസിറ്റീവ് സൈഡ്. നമുക്കിന്ന് ലോകത്ത് എന്തിനെക്കുറിച്ച് പഠിക്കണമെങ്കിലും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ദർ ആർ പീപ്പിൾ കൺവെൻഷണൽ സ്കൂൾ സ്റ്റൈലിൽ പഠിക്കാതെ യൂട്യൂബ് മാത്രം ഉപയോഗിച്ച് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ നേടിയ, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ജോബുകളിലേക്ക് എത്തിപ്പെട്ട ആളുകൾ, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടിയ ആളുകൾ. സോ ദീസ് ഹാവ് പോസിറ്റീവ് സൈഡ്. സോ ഈ പ്ലാറ്റ്ഫോം, എവറി പ്ലാറ്റ്ഫോം ഹാവ് ദെയർ ഓൺ പോസിറ്റീവ് സൈഡ്. സോ പ്ലാറ്റ്ഫോമുകളെ ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കുക എന്നതല്ല മെത്തേഡ്. പകരം അതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഹൗ? നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇൻറ്റൻഷനലി ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോകൾ കണ്ടു തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള, നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൂട്ടാൻ സഹായിക്കുന്ന, നിങ്ങളുടെ സ്കിൽസ് കൂട്ടാൻ സഹായിക്കുന്ന അത്തരം വീഡിയോകളിലേക്ക് നമ്മൾ വോളണ്ടറിലി കോൺസെൻട്രേറ്റ് ചെയ്യുക. ഷോർട്സിലേക്ക് പോകാതെ വോളണ്ടറിലി കോൺസെൻട്രേറ്റിംഗ് ദീസ് വീഡിയോസ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോൾ യു സെറ്റ് എ ടൈം ഫ്രെയിം. ഓക്കെ, ഞാൻ ഇത്ര സമയത്തേക്കേ നോക്കുകയുള്ളൂ. എപ്പോഴും നമുക്ക് ബോധം ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് പോലും ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇപ്പോൾ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വെക്കും, ഞാൻ എന്തിനാണ് ഇൻസ്റ്റഗ്രാം എടുത്തത്. ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഞാനത് എടുത്ത് വെക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, നോ പുട്ട് യുവർ മൊബൈൽ ഫോൺ. എനിത്തിങ്, നോട്ടിഫിക്കേഷൻസ് വരുന്ന ഒന്നും അടുത്ത് പോലും വെക്കാതിരിക്കുക. ഈവൻ കോൾസ്, അത്ര സീരിയസ് ആയ കോളുകളൊന്നും വരാനില്ലെങ്കിൽ, പുട്ട് യുവർ മൊബൈൽ സംവെയർ എൽസ്. നമ്മളിതിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് എവറി ഡേ കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരിക്കാൻ തുടങ്ങുക. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഈ വെറുതെ ഇരിക്കുക എന്നുള്ളത്, ഇറ്റ് ഹാവ് പോസിറ്റീവ് സൈഡ്. ലോകത്ത് വലിയ ആശയങ്ങൾ, വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായത് ആളുകൾ വെറുതെ ഇരുന്നുകൊണ്ടാണ്. ബിക്കോസ് ദേ ഗോട്ട് ടൈം ടു തിങ്ക് ദംസെൽവ്സ്. നൗ ChatGPT thinks for you. You're not thinking and ChatGPT thinks for you. It's so dangerous. എന്തിനും സിനിമയിലൊക്കെ കണ്ടതുപോലെ കുറച്ച് കഴിഞ്ഞാൽ റോബോട്ടുകൾ, AI മോഡലുകൾ നമുക്കെതിരെ വർക്ക് ചെയ്യുന്നൊരു കാലം വരില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് വി ആർ ബിക്കമിങ് ഡം ഡേ ബൈ ഡേ. സോ വെറുതെ ഇരിക്കാൻ ശീലിക്കുക. കുറച്ച് സമയം ഒന്നും ഒരു ഗാഡ്ജറ്റും യൂസ് ചെയ്യാതെ ആലോചിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് വോളണ്ടറിലി എക്സസൈസ് ചെയ്യാൻ, പുറത്തിറങ്ങിയിട്ട് കളിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ വർത്താനം പറയാനൊക്കെ തുടങ്ങുക. ബിക്കോസ് വി ലോസ് ഓൾ ദീസ് സ്കിൽസ്. നമ്മളിപ്പോൾ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പല സോഷ്യൽ സ്കില്ലുകളും. സോ വോളണ്ടറിലി ആയിട്ട് അഡ്മിറ്റ് ചെയ്യുക. ഇതിനെതിരെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ചു കാലം കൊണ്ട് തന്നെ യു ക്യാൻ ചേഞ്ച് ഓൾ ദീസ് തിങ്സ് ആൻഡ് ബ്രിങ് ബാക്ക് ടു എ ബ്യൂട്ടിഫുൾ ലൈഫ്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ വിൽ ഓൾവേസ് പുട്ട് ദീസ് കൈൻഡ് ഓഫ് പോസിറ്റീവ് കണ്ടൻറ്റ്സ്. സീ യു സൂൺ. ബൈ.